അതിനകത്ത് ചിക്കൻ എടുക്കും. ചിക്കൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് അരിയണം. അതായത് വലിയ വലിയ പീസുകളല്ല. ഇത്ര വലിയ പീസാണെങ്കിൽ ഇതിനെ ഒരു 4-5 പീസായിട്ട് ചെറുതായിട്ട് സ്ലൈസ് ആയിട്ട് അരിയണം. ഇത് അരിഞ്ഞതിന് ശേഷം നമ്മളൊരു പാനിനകത്ത് ബട്ടർ ഇട്ടിട്ട് ഈ സ്ലൈസ് ആയിട്ട് അരിഞ്ഞ ചിക്കനെ നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ വഴറ്റിയെടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും ചെറിയ അളവിൽ ഉപ്പും കുറച്ച് മഞ്ഞളും ഒക്കെ ആയിട്ട് കൂടുതൽ മസാലകളൊന്നും ഇടരുത്. ഇത്രയും ജസ്റ്റ് ഇത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ വഴറ്റിയെടുത്ത് കഴിയുമ്പോഴത്തേനും പിന്നെ ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചേച്ച് ഇതിനൊരു ഒരു ഡ്രസ്സിങ് പോലെ രീതിയിൽ നമുക്ക് ബദാം ഉണ്ടല്ലോ, കുറച്ച് ഒരു ചെറിയ ഒരു പിടി അതെടുക്കണം, മിക്സിയിൽ ഇടണം. അത് കഴിഞ്ഞിട്ട് 2-3 വെളുത്തുള്ളിയൊക്കെ ഇടണം. പിന്നെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യണം. എന്നിട്ട് ഇത് നല്ല രീതിയിൽ വെള്ളം കൂടെ കുറച്ചുകൂടെ ഒഴിച്ച് നല്ല രീതിയിൽ പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം. അപ്പം ഇതിനകത്ത് നമ്മൾ കുറച്ച് ഒലിവ് ഓയിലും കൂടെ ആഡ് ചെയ്യാം. ഇങ്ങനെ പേസ്റ്റ് പോലെ ആക്കി കഴിഞ്ഞാൽ ഇത് മാറ്റി വെക്കുക. പിന്നെ ഇനി നമുക്ക് വേണ്ടത് വൈറ്റമിൻസ് മിനറൽസും ആണ്. പ്രത്യേകിച്ചും നമ്മുടെ ഫൈബർ ആണ് ആവശ്യം കൂടുതൽ. അപ്പം ഫൈബേഴ്സിന് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ ഈ പറഞ്ഞ വെജിറ്റബിൾസ് ആണ്. വെജിറ്റബിൾസ് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ക്യാരറ്റ് ഇഷ്ടമാണ്, ക്യാപ്സിക്കം ഒക്കെ ഇഷ്ടമാണ്. അപ്പൊ ക്യാരറ്റ്, ക്യാപ്സിക്കം, ബീൻസ് എങ്ങനെയാണോ എന്തൊക്കെയാണോ പച്ചക്കറികൾ നമുക്ക് ഇടാൻ പറ്റുന്നത് അതെല്ലാം പാനിലിട്ടിട്ട് ഈ സെയിം ബട്ടർ, കാരണം ഇപ്പൊ നന്നായിട്ട് വഴറ്റിയെടുക്കുക. എടുക്കുന്ന സമയത്ത് ചെറിയ അളവിൽ എന്താ പറയുക, ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് ഉപ്പും അങ്ങനെയൊക്കെ മഞ്ഞളൊക്കെ ഇട്ടിട്ട് ആക്കി. എന്നിട്ട് ഈ പറയുന്ന ചെറിയ രീതിയിൽ ഒലത്തിയെടുത്ത ടൈപ്പ് വെജിറ്റബിൾസിലേക്ക് ചിക്കനോട് ഇട്ടേച്ച് അതിൻ്റെ മുകളിലേക്ക് ഈ പേസ്റ്റ്, നമ്മുടെ ബദാമിൻ്റെ ആ ഒരു പേസ്റ്റ് ഇട്ടേച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു നാരങ്ങ നീരൊക്കെ ഇട്ട് കുറച്ചുകൂടെ ടേസ്റ്റി ആക്കിയിട്ട് കഴിക്കണം. കാരണം ഞങ്ങളൊക്കെ എന്ന് പറയുന്നത് വീട്ടില് മക്കളും വൈഫും ഞങ്ങളെല്ലാം ഒരുമിച്ചിരുന്നിട്ട്, കാരണം ഒരു വലിയ പാത്രത്തിൽ ഉണ്ടാക്കാൻ എന്നിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കും. കാരണം വേറെ ഒന്നും വേണ്ട, ഈ ഇഡ്ഡലിയും ദോശയും അല്ലെങ്കിൽ ചോറ് ചപ്പാത്തി എന്നൊക്കെ പറഞ്ഞ് കുറെ ഉണ്ടാക്കിയ സമയം കളയണ്ട. ഈ ചിക്കൻ ചെറിയ അളവിലാണെങ്കിൽ പെട്ടെന്ന് വെന്ത് ഇതായിട്ട് വരും. അപ്പൊ കൂടുതൽ വേവിച്ച് ഇതാക്കരുത്, കട്ടിയാക്കരുത്. ഒരു മീഡിയം റേഞ്ചിലാക്കിയിട്ട് ഇതൊരു ഫുഡായിട്ട് കഴിക്കാം. ശരിക്കും പറഞ്ഞാൽ ഷുഗർ കുറയണോ, വെയിറ്റ് കുറയണോ, ഗ്യാസിന്റെ പ്രശ്നമുണ്ടോ, രാത്രിത്തെ കാര്യം പറയുന്നത്, അതേപോലെ തന്നെ BP യുടെ പ്രശ്നങ്ങൾ, ക്ഷീണം, ഉറക്ക പ്രശ്നങ്ങൾ, മസിൽ വീക്ക്നെസ്, ഈ കാര്യത്തിനെല്ലാം, തൈറോയ്ഡ് പ്രശ്നങ്ങൾക്ക്, PCOD പ്രശ്നങ്ങൾക്ക്, ഫൈബ്രോയിഡിന്, ഇതെല്ലാം ഇത് നല്ലൊരു ഫുഡാണ്. അത് ഞങ്ങൾ പല ദിവസങ്ങളിലായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയൊരു